ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ വീട്ടിലെ ഒരു ദിവസം കാണാം ഇന്ന്. അപ്പം എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുത്തിരുന്നു കേട്ടോ. ഞാനെപ്പോൾ സൗണ്ട് കൊടുക്കുകയാണെങ്കിലും നമ്മളെ വീട് തൊട്ടടുത്ത് തന്നെ കട്ടടിക്കുന്ന ഇതുണ്ട്. മറ്റേ ഹോളോ ബ്രിക്ക് ഇല്ലേ, അതിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ സൗണ്ട് കൊണ്ട് എനിക്ക് ഒരു വോയിസും കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഒരു എന്താ പറയുക, കേട്ട് തയ്ക്കുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിക്കോട്ടോ, ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഒക്കെ ഈ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് പിന്നെ ബേക്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കാട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങൾക്ക് പുറപ്പെട്ട് അടിച്ചു വാരലും തൊടിക്കലും അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ടൗൺ വരെ പോകാനും ഉണ്ട്. അപ്പോൾ നല്ല മഴ ആണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടോ? അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പം കുറച്ച് ലേറ്റായി പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം ഇന്ന് ഏതായാലും നല്ല മഴ ഉണ്ട് കേട്ടോ. പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചായ കൂടിയും എല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ പറഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നെ എല്ലാ പരിപാടിക്കും നിൽക്കൽ. അപ്പോൾ അതിൻ്റെ അടുക്ക് ദൂരം ഉണ്ടാവും, ദൂരം എന്തെങ്കിലും ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് പിന്നെ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കൽ. ഉറങ്ങാന്ന് വെച്ചാൽ ഒരു 9 മണിക്ക് 9:30 ഒക്കെ ആകുമ്പോൾ ചെറിയൊരു ഉറക്കം ഉറങ്ങും. ഒരു 10:30 10:45 ആകുമ്പോൾ എണീക്കും കേട്ടോ. ആ ഒരു സമയം വരെ പകലുറക്കമുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറക്കം ഉറങ്ങും. അത് 4 മണി വരെയൊക്കെ ഉറങ്ങും കേട്ടോ. ഞാൻ എത്ര നേരം കിടക്കുന്നോ അത്ര നേരം ഉറങ്ങും. ഞാൻ എപ്പോൾ എണീക്കുന്നോ അപ്പം എൻ്റെ കൂടെ എണീറ്റ് പോരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വേഗം അടിച്ച് വാരി ഒക്കെ റെഡിയാക്കി. അടിച്ച് വാരി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഓൾ എണീറ്റ് കേട്ടോ. അപ്പോഴേക്ക് സമയം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് അലക്കാനൊക്കെ ഉണ്ടാവും, വാഷിംഗ് മെഷീനിലിടാൻ. പിന്നെ മുറ്റടിക്കാനും കുറേ ഉണ്ടാവും. മഴ പെയ്തതും കൊണ്ട് നല്ല ചവറുകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു ടേലയൊക്കെ. അപ്പോൾ അതൊക്കെ തോണ്ടിയൊക്കെ സമയം തന്നെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചാരി എത്തിയപ്പോഴേക്ക് ആളെണീറ്റ് എന്ത് ചെയ്ത് മുകളിൽ പോയിട്ടുള്ള ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതിപ്പോൾ കേടായിട്ട് ഇങ്ങനെ കയറ്റിയിട്ടതാണ്. അതിൻ്റെ ചാർജർ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇപ്പം വീട്ടിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അടച്ചാണ് കേട്ടോ. എന്നിട്ട് അത് എണീറ്റും കണ്ട് വേഗം പോയി അതിലിരുന്നതാണ്. ഞാൻ അറിഞ്ഞില്ല. പിന്നെ സൗണ്ട് കേട്ട് പോയി നോക്കുമ്പോണ്ട് ഇനി ഇങ്ങനെ വിളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് എണീക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഓള് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. പിന്നെ വന്ന പാടെ തന്നെ എന്താ പറയുക, ഒരു സ്ഥലത്ത് ഒരു സാധനം വെക്കാൻ പറ്റൂല. ഒക്കെ ഓളെടുത്തിട്ട് എന്താ പറയുക കൊണ്ടുപോകും കേട്ടോ. എന്ത് സാധനം എവിടെ വെച്ചാലും എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫ്ലവർ വേസ് അങ്ങനത്തെ ഒക്കെ ഞാൻ പൊട്ടണ വേസുകളൊക്കെ ഉണ്ടാവില്ലേ, പോട്ടുകളൊക്കെ, അതൊക്കെ വെച്ചാലൊക്കെ പൊട്ടിക്കിട്ടത്. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എടുത്തിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി വെക്കും. കുറച്ചൊരു കൗതുകമായിട്ട് നോക്കിയിരിക്കുകയാണ് ചെയ്യുക. എത്ര എടുത്താലും പിന്നെയും എടുക്കുകയും ചെയ്യും. അതാ രസം. അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ 10 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ പൂളയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് കഴിക്കാമെന്ന് വെച്ച് രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി പൂളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ദൂരെ കുളിപ്പിച്ചിട്ട് ഓക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിപ്പിച്ച് ഓക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓളൊന്ന് റെഡിയാക്കിയെടുത്ത്. ആൾക്ക് എന്തോ ഒരു ചില സമയത്ത് വാശിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ പിന്നെ അത് എന്നെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളുക, അതൊക്കെയാണ് ഉള്ള പരിപാടി. ഇപ്പം എന്താ കാട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പൗഡറില്ലേ, പൗഡറിൻ്റെ അതുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ തട്ടുന്ന പരിപാടിയാണ്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. ഞാനത് കൊടുക്കലില്ല, കാരണം അതൊന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡാകുമ്പോൾ മൂക്കിലൊക്കെ കയറിയിട്ട് അലർജി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചാൽ കണ്ടാൽ അപ്പോൾ തുടങ്ങുള്ളൂ. എന്നിട്ട് ഞാൻ രാവിലെ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാനത് ഷോക്കേസിൽ വെച്ചതായിരുന്നു കേട്ടോ. അതോള് കണ്ട് അതിന് വാശി പിടിക്കുകയാണ് ഇപ്പോൾ. കാരണമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. പിന്നെ ഓളൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് സമാധാനിപ്പിച്ച് കരച്ചിലൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കി പോകുന്നത്. അങ്ങനെ ദൂരെ ഫുഡ് എടുത്ത് കുളിപ്പിച്ചും ഒക്കെ സെറ്റാക്കിയിട്ട് ആളെ കളിക്കാനും അവിടെ ആക്കിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ കൂടെ തന്നെ വരും, കൂടുതൽ നേരമൊന്നും ഇരിക്കൂല. പിന്നെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ലല്ലോ, ഞാനും ഓളും ഉമ്മയല്ലേ ഉള്ളൂ. മുത്തും ഓലൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാനും ആരും ഇല്ലല്ലോ. അപ്പോൾ ഇനി പോലൊക്കെ വൈകുന്നേരം ആവും വരാൻ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ കുക്കിംഗ് ഉമ്മാണല്ലോ. പിന്നെന്താ, പിന്നെ വാഷിംഗ് മെഷീനിലുണ്ട് തിരുമ്പാനൊക്കെ ഉള്ള, അതൊക്കെ എടുത്ത് ഇനി ആറിയിടണം. നല്ല മഴയാണ് കേട്ടോ പുറത്ത്, ഭയങ്കര മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയല്ലേ, ഇതുവരെക്കും നിന്നില്ല കേട്ടോ.
അപ്പം ഇന്നൊരു സ്ഥലം വരെ പോകാൻ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഉച്ച കഴിഞ്ഞാലും തോരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് നിസ്കരിച്ച് വന്നിക്കാണ്. അപ്പോൾ ആൾ ഇവിടെ നല്ല കളിയിലാണ്. എന്തൊക്കെയോ എടുത്ത് നിരത്തിയിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ എൻ്റെ ഐലൈനറോ എന്തൊക്കെയോ എടുത്ത്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുമ്പോൾ ടോയ്സൊക്കെ ഇട്ട് പോയതാണ്. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ എടുക്കോള്. ഇപ്പോൾ ചെയറൊക്കെ വെക്കുകയാണെങ്കിൽ ചെയറിൻ്റെ മുകളിലൊക്കെ കയറും കേട്ടോ. എനിക്ക് പേടിയാണ്, കാലൊക്കെ തെറ്റി വീണാൽ പണിയാവും. അങ്ങനെ പിന്നെ വേഗം കുളിച്ച് വേഗം ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡിന് കറി എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു തട്ടിക്കൂട്ടുള്ളതൊക്കെ വെച്ചിട്ടുള്ളൊരു സാമ്പാർ പോലെ ഉമ്മ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്തായാലും ചെറുതായിട്ട് എന്താ പറയുക, സാമ്പാറിലെ എല്ലാ ഐറ്റംസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ, മുരിങ്ങല്ല ബാക്കിയെല്ലാം ഒഴികല്ല, എന്താ ചേന അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നല്ലൊരു വറുത്തരച്ചൊരു സാമ്പാർ കറി വെച്ച്, പിന്നെ ഫ്രൈ ചെയ്ത മീൻ മത്തിയിൽ എന്താ പറയുക പൊരിച്ചതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ പിന്നെ ടൗൺ വരെ പോകാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സാധനം വാങ്ങാനും പിന്നെ എൻ്റെ ബാഗ് റെഡിയാക്കാണ്ടായിരുന്നു, അത് കൊടുക്കാണ്ടായിരുന്നു. ഉമ്മക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ടൗണിൽ എത്തി. ഉമ്മ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെയുള്ളൊരു ഫാൻസി ഷോപ്പിലേക്ക് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച്. കുറേ നേരം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു മടുപ്പാണല്ലോ. അങ്ങനെ ഉമ്മനെയും വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ അറിയുന്ന ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചിയായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റമറൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ കേട്ടോ, ഇനി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. കാരണം എനിക്ക് ചാനലിലൊന്നും ചേച്ചിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളെയും കൂടി കൂട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ആണ് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. മേതുവാനാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ ഒന്നും ഇരുത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്, ഓരോ സാധനം നിരത്തിയിടല്ലോ തുടങ്ങിക്കുന്നു. അപ്പോഴേക്ക് ഞാൻ ഉമ്മനെ വേഗം വിളിച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലെത്തിട്ടോ. അപ്പം ഇന്ന് ഈവനിങ് ഉമ്മ പറഞ്ഞെന്നാൽ നമുക്ക് ഉണ്ണിയപ്പം ചുടാറിന്. അങ്ങനെ രാവിലെ വെള്ളമൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറുപഴം ഉണ്ടായിരുന്നു, മൈസൂർ പഴമല്ലേ, നമ്മൾ മൈസൂർ പഴം എന്ന് പറയും. അങ്ങനെ അതൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് വേഗം അത് ചുട്ടെടുത്ത് ഉമ്മൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം എന്ന് പറയുക. അങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ 4-5 ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.